തീരാണ്ട് നാട്ടിൽ വരില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ മാതാവ് എനിക്ക് നാട്ടിൽ വരാനായിട്ട് അവസരം തന്നു. ആർക്കും അങ്ങനെ പെട്ടെന്ന് ട്രെയിനിങ് പീരീഡ് ലീവൊന്നും കൊടുക്കുന്നതല്ല. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറയാം, എനിക്ക് വരാനായിട്ട് സാധിച്ചു, സാക്ഷ്യം പറയാൻ സാധിച്ചു, ഉടമ്പടി പുതുക്കാൻ സാധിച്ചു. ഇവിടെ നിന്ന് കൊണ്ടുപോയ നേർച്ച വസ്തുക്കളൊക്കെ ഞങ്ങൾ ഉപയോഗിക്കും. പത്രം അവിടെ ദുബായിലെ പള്ളിയിലാണെങ്കിലും അയൽവക്കത്തൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ച് കൊടുക്കുമായിരുന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് കയ്യിൽ പൈസ ഇല്ലെങ്കിൽ കാർഡിലൊക്കെ പൈസ ഉണ്ടെങ്കിൽ ഞാൻ വഴിയിൽ കാണുന്നവർക്കൊക്കെ ഇങ്ങനെ ഭിക്ഷയ്ക്ക് ഇരിക്കുന്നവരുണ്ട്, പക്ഷേ അവർക്കൊക്കെ ഞാൻ ഫുഡ് മേടിച്ച് കൊടുക്കുമായിരുന്നു. കയ്യിലുള്ളതുപോലെ ഞാൻ സഹായിക്കുമായിരുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യും. അമ്മയ്ക്ക് ഇതുപോലെ ഒത്തിരി വയ്യാണ്ടിരുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ജോലിയില്ലാണ്ട് റൂമിൽ നിന്നപ്പോൾ ഭയങ്കര ശ്വാസം മുട്ടും, വെപ്രാളവും, മുട്ടുവേദന, തേയ്മാനത്തിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു, BP. അമ്മ ഇങ്ങനെ മാതാവിൻ്റെ കാശുരൂപവും വെച്ച് ഈശോയോടും മാതാവിനോടും പ്രാർത്ഥിച്ച് കരഞ്ഞു കിടന്നപ്പോൾ അമ്മയുടെ അടുത്ത് വന്ന് ആരെ തൊടുന്നത് പോലുള്ളൊരു സൗഖ്യം അമ്മയ്ക്ക് അനുഭവപ്പെട്ടു. അമ്മ കണ്ണ് തുറന്നപ്പോൾ ഈശോയും മാതാവും അമ്മയുടെ അടുത്തുണ്ടായിരുന്നു. അമ്മ അവിടെ ഇറങ്ങി ഓട്ടോ ആയിരുന്നു. അവിടെ ഉള്ളവരൊക്കെ അമ്മയോട് വന്ന് ചോദിച്ചു, എണീക്കാൻ വയ്യാതെ കിടന്ന ചേച്ചിക്ക് ഇതെന്ത് പറ്റി? അമ്മ അവരോട് എല്ലാവരോടും ഈ അനുഭവം പങ്കുവച്ചു, കൃപാസനത്തെ പറ്റി പറഞ്ഞു. അങ്ങനെ ഒരുപാട് അനുഗ്രഹം. പിന്നെ പെങ്ങൾ പ്രഗ്നൻ്റായി, 2 ആൺകുട്ടികളാണ്, മൂത്തത് 2. മൂന്നാമത് പ്രഗ്നൻ്റ് ആയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമായിരുന്നു ഒരു പെൺകുഞ്ഞിനെ വേണമെന്ന്. മാതാവിനോട് ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു, മാതാവേ ഞങ്ങൾ സാക്ഷ്യം പറയും, ഇതിൻ്റെ കൂടെ ഒരു പെൺകുഞ്ഞിനെ തന്നെ ഞങ്ങൾക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്നെ തരണേന്ന്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് നല്ലൊരു പെൺകുഞ്ഞിനെ തന്നെ മാതാവ് നൽകി. അതിനും മാതാവിന് ഒത്തിരി ഒത്തിരി നന്ദി.